കൊല്ലം നാട് കണ്ടിട്ടില്ല. പുറത്തു പോകും, പുറത്തു പോകും, പുറത്തു പോകും. കുറ്റകരമായ വകുപ്പുകളൊക്കെ ചുമത്തിക്കൊണ്ട് ഇന്ന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. സംസ്ഥാന ആഭ്യന്തര വകുപ്പിന് ഗത്യന്തരമില്ലാതെയാണ് ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഒരു ജനപ്രതിനിധിക്ക് മാന്യതയുണ്ടെങ്കിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്ത ഈ നിമിഷം രാജിവെക്കേണ്ടതായിരുന്നു. ബഹുമാനായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇന്ന് കൊല്ലത്ത് സൂചിപ്പിച്ചതുപോലെ മുകേഷിന്റെ രാജി വരെ BJPയും യുവമോർച്ചയും മോർച്ചകളെല്ലാം ഈ പ്രക്ഷോഭണ പരിപാടികൾ, ഈ സമര പരിപാടികൾ കൊല്ലത്ത് തുടരുക തന്നെ ചെയ്യും. ഇവിടെ ഒരാൾ മാത്രമല്ല, ഒരു ആർട്ടിസ്റ്റ് മാത്രമല്ല മുകേഷിനെതിരെ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഒരുപാട് പേര് ഇത്തരം ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു ജനപ്രതിനിധിയുടെ മാന്യതയ്ക്ക് ചേർന്നതാണോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. സമൂഹത്തിന് മാതൃകയാകേണ്ട ഇത്തരം ജനപ്രതിനിധികൾ
ഈ സംസ്ഥാനത്തിന് അപമാനകരമായി മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും കേന്ദ്രബിന്ദു മുകേഷാണ്. അതുകൊണ്ടാണ് മുകേഷ് രാജിവെക്കണമെന്ന് BJP ആവശ്യപ്പെടുന്നത്, യുവമോർച്ച ആവശ്യപ്പെടുന്നത്. മുകേഷിന് 10 വർഷത്തിനപ്പുറം കൊല്ലത്തെ നിയമസഭാ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ തന്നെ പാർട്ടിയിലെ ഏറ്റവും ഉന്നതനായ PK ഗുരുദാസനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇവിടെ മുകേഷിന് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് വരുമ്പോൾ തന്നെ പാർട്ടിയിലെ ഉന്നതന്മാരായ നേതാക്കന്മാർ CPM-നകത്ത് പറഞ്ഞിരുന്നു, ഇത്രമാത്രം അസാൻമാർഗിക പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരാൾക്ക് നിയമസഭാ സീറ്റ് കൊടുക്കുന്നത് പാർട്ടിക്ക് അപജയമുണ്ടാക്കുമെന്ന് പറഞ്ഞു.